വിഷുക്കാലത്ത് വിപണിയിൽ ഏറെ ആവശ്യക്കാരുണ്ട് മൺപാത്രങ്ങൾക്ക്. വടക്കൻ കേരളത്തിൽ കണിവയ്ക്കുന്നത് പുത്തൻ മൺപാത്രങ്ങളിലാണെന്നതിനാൽ ഏപ്രിൽ ആദ്യവാരത്തിൽ കണ്ണൂർ നഗരത്തിലും മറ്റിടങ്ങളിലും ആയിരക്കണക്കിന് മൺപാത്രങ്ങൾ നിരന്നു കഴിഞ്ഞു. പ്രാചീന കാലം മുതൽ മനുഷ്യരുടെ അടുക്കളയിലും തീന്മേശയിലും വ്യത്യസ്തമായ മൺപാത്രങ്ങളുണ്ട്. എന്നാൽ പിന്നീട് അലൂമിനിയവും സ്റ്റീലും മറ്റും ആ സ്ഥാനം കൈയടക്കിയെങ്കിലും വിഷരഹിത ഭക്ഷണം പാചകം ചെയ്യാൻ മൺചട്ടികളും കലങ്ങളുമൊക്കെ വേണമെന്ന തിരിച്ചറിവിലേക്ക് വീണ്ടും ആളുകൾ എത്തിയിരിക്കുകയാണ്. കാലത്തിനൊത്ത് കോലം മാറുന്നതുപോലെ മൺപാത്രങ്ങളും ഇപ്പോൾ പുത്തൻ മേക്ക് ഓവറിലാണ്. ഗ്യാസ് അടുപ്പുകളിലും ഇൻഡക്ഷനിലും പാചകം ചെയ്യാവുന്ന ന്യൂജൻ മൺപാത്രങ്ങളോട് വീട്ടമ്മമാർക്ക് പ്രിയം കൂടി വരികയാണ്. പാത്രങ്ങളും ചട്ടികളും മാത്രമല്ല, ടാപ്പ് ഘടിപ്പിക്കുന്ന കൂജകൾ, ഗ്ലാസുകൾ, കണിവയ്ക്കാനുള്ള ഉരുളികൾ, ചീനച്ചട്ടി കുടുക്കകൾ, അടുപ്പ്, ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ വൈവിധ്യങ്ങൾ ഇന്ന് മൺപാത്ര രംഗത്തുണ്ട്. പച്ചക്കറിയിലും ഇറച്ചിയിലുമൊക്കെയുള്ള വിഷാംശങ്ങൾ മൺപാത്രങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്നത് വയറിനെ ബാധിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുമെന്ന് കഴിഞ്ഞ 12 വർഷക്കാലമായി കണ്ണൂർ നഗരത്തിൽ മൺപാത്ര വിൽപ്പന നടത്തിവരുന്ന കോഴിക്കോട് കരിപ്പൂർ സ്വദേശിയായ പടിഞ്ഞാറേക്കര നാരായണൻ പറഞ്ഞു. സമുദായപ്പെട്ട ഞങ്ങൾ ചട്ടി ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളിപ്പോൾ വീട്ടിൽ ചെറുതായിട്ടും ഞങ്ങൾ ഉണ്ടാക്കും. വീട്ടിലുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ തികയാത്ത വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഗ്യാസിൽ വെക്കുന്ന ചട്ടികളാണ് അധികം വരുന്നത്. നല്ല ഉറപ്പുള്ള നല്ല ക്വാളിറ്റിയുള്ള ചട്ടികളാണ്. അടുപ്പിലും വെക്കുക, ഗ്യാസിലും വെക്കുക. നല്ല ഐറ്റം ചട്ടികളാണ്, പെട്ടെന്ന് പൊട്ടില്ല. ഞങ്ങൾ തന്നെ ആദ്യം ക്വാളിറ്റി പരിശോധിക്കും, എന്നിട്ടാണ് വരുന്നത്. നല്ല ചട്ടികളാണ്. എൻ്റെ അടുത്തുള്ള ചട്ടി നല്ല ചട്ടിയാണ്. ഞാൻ നല്ല ചട്ടികളെ കൊണ്ടല്ലേ, ഞാൻ കുറേ കൊല്ലങ്ങളായി, കുറേ വർഷങ്ങളായി ഞാനിവിടെ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ചട്ടിയെ ഞാൻ നോക്കി വരുള്ളൂ. കുംഭാര സമുദായത്തിൽപ്പെട്ട നാരായണൻ, ഭാര്യ മിനി, മകൻ വിഷ്ണു എന്നിവരൊന്നിച്ചാണ് കണ്ണൂർ നഗരത്തിൽ വിഷുക്കാലത്ത് മൺപാത്ര വിൽപ്പനയ്ക്കായി എത്തുന്നത്. തമിഴ്നാട്ടിലെ തലക്കുളം, കുളച്ചൽ, വേളാങ്കണ്ണി, തേനി, കമ്പം, നാഗർകോവിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ വയലുകളിൽ നിന്നാണ് ലോറികളിൽ കളിമണ്ണ് കൊണ്ടുവരുന്നത്. കേരളത്തിൽ തൃശൂർ, പാലക്കാട്, ഷൊർണൂർ, ആലത്തൂർ എന്നിവിടങ്ങളിലെ കുംഭാര സമുദായക്കാരാണ് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കൈവിരുത് മാത്രമല്ല, മെഷീനും ഉപയോഗിക്കുന്നത് മൺപാത്ര നിർമ്മാണത്തിന് വേഗത കൂട്ടിയിട്ടുണ്ട്. എന്നാൽ കളിമണ്ണിന്റെ വില കുത്തനെ കൂട്ടിയതും കൂലി വർധനവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് നാരായണൻ പറയുന്നത്. മൺകലത്തിന് 250 രൂപ മുതൽ മുകളിലോട്ടാണ് വില. പിടിയുള്ള ഉരുളിക്ക് 360 രൂപയും ചട്ടിക്ക് 60 രൂപ മുതൽ 700 രൂപ വരെയും വിലയുണ്ട്. ചീനച്ചട്ടിക്ക് 140 മുതൽ വിലയുണ്ട്. മൺകപ്പിന് 100 രൂപയാണ് വില നിലവാരം. പ്രകൃതിയുമായി ഇണങ്ങിപ്പോകുന്ന ജീവിതശൈലിയാണ് മൺപാത്രങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണവും അതിന്റെ ഉപയോഗവും. വിഷുക്കാലത്ത് മാത്രമല്ല, എന്നും അടുക്കളകളിൽ നിറഞ്ഞു നിന്നിരുന്ന മലയാളികളുടെ സ്വന്തം ചട്ടിയും കലവുമൊക്കെ വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലാണ്. അതിന്റെ തെളിവായി മാറിയിരിക്കുകയാണ് മൺപാത്രങ്ങൾ വാങ്ങുന്നതിനായി വിവിധയിടങ്ങളിലെത്തുന്ന ആൾക്കൂട്ടങ്ങൾ.